അപ്പൊ റഫറൻസ് ഒരു പൈസ വീട്ടിൽ 20,000 രൂപ വേണം നിന്റെ അച്ഛന് അച്ഛനെ തന്നെ പറ്റിയാണ് ആര് വിളിക്കുന്നത്? അപ്പൊ പിന്നെ അച്ഛൻ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നിതിനെ എന്തിനാണ് പ്രിൻസിപ്പാൾ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത്? എന്തിനാണ് ക്രൂരമായി ശകാരിച്ചത്? ചില നിർണായകമായ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. കോളേജ് പ്രിൻസിപ്പൽ നിതിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ശകാരിക്കുന്നതാണ് ദൃശ്യം. ഇതിൽ നിതിനോട് കയർക്കുന്നത് വ്യക്തമായി കേൾക്കാം. ലോണാപ്പിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് അധ്യാപിക പ്രിൻസിപ്പാളിനോട് പരാതി പറയുന്നതും നിതിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിനിടെ ഇൻസ്റ്റന്റ് ലോൺ ആപ്പിന്റെ നോയിഡയിലുള്ള ആസ്ഥാനം അതിസാഹസികമായി കണ്ണൂർ പോലീസ് കണ്ടെത്തി. അവിടെ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. അതിനിടെ കോളേജിലെ ഓർത്തോഡോണ്ടിക്സ് വിഭാഗത്തിലെ അധ്യാപകർ ഉൾപ്പെടെ 7 പേർ രാജിക്കത്ത് നൽകി. നിതിൻ രാജിന്റെ വീട് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ സഹപാഠികൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളെ കണ്ടതോടെ നിതിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. അതാണ് ഞാൻ പറയണെന്ന് വെച്ചാ, നീതി അവന് കിട്ടണം. നീതി കിട്ടിയിട്ട് ഞാൻ അച്ഛൻ ഇന്നില്ല മക്കളെ, ലോകത്തില്ല. പറ്റൂല മക്കളെ, ഞങ്ങളെ കൊണ്ട് പറ്റൂല. ഞാൻ മെഡിക്കൽ കോളേജ് കിടന്നപ്പോഴും അപ്പോഴത്തെ മക്കളെ അതെടുത്ത് വെച്ച് എനിക്ക് പറ്റൂല. എനിക്ക് വലിയ പോലെ എനിക്ക് ജീവിക്കാൻ മക്കളെ. നിങ്ങൾ ഇതിനെ കാണാൻ വന്നതാണോ? അയ്യോ എനിക്ക് കാണാൻ നിങ്ങൾ എന്തിനെ എനിക്ക് വയ്യ. എനിക്ക് വയ്യ മോനെ, എന്റെ മകളെ കാണാതിരിക്കാൻ എനിക്ക് വയ്യ മക്കളെ. സത്യമാണ് ഞാൻ പറയണത്. എന്നെ തുണി എന്റെ റൂമിലൊന്നും കയറാൻ പറ്റുന്നില്ല. അവവിടെ നിറഞ്ഞു നിൽക്കണം. എനിക്ക് എന്റെ മക്കളെ എടുത്തോണ്ട് പോയി. മക്കളെ എന്റെ മക്കളെ എടുത്തോണ്ട് പോയി. എന്റെ പൊന്നു പാലെടുത്തോണ്ട് പോയി. എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ. ഞങ്ങളില്ല മക്കളെ, അവരുടെ ഒപ്പം പോവും. ഞങ്ങള് പോവും. ഇന്ന് രാവിലെയാണ് സഹപാഠികൾ നിതിൻ്റെ വീട് സന്ദർശിച്ചത്. നിതിനെ തകർക്കുന്ന എന്തോ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നടന്നിട്ടുണ്ടെന്ന് സുഹൃത്ത് നാസിം പ്രതികരിച്ചു. ചില വ്ളോഗർമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളെ വേട്ടയാടുന്നുവെന്നും സുഹൃത്തുക്കൾ ആരോപിക്കുന്നു. മരണത്തിന് തങ്ങളാണ് കാരണമെന്ന് പോലും പറഞ്ഞു. റീച്ച് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇനിയും ആവർത്തിച്ചാൽ പരാതി നൽകുമെന്നും നിതിൻ്റെ സഹപാഠികൾ വ്യക്തമാക്കി. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, നീതി കിട്ടണം. അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിന് പിന്നാലെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ശിക്ഷ കിട്ടണം, ഇതിന് നീതി കിട്ടണം. ഈ പറഞ്ഞ ജാതി അധിക്ഷേപം, പിന്നെ ഇങ്ങനെ ഉണ്ടായ എല്ലാ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായത് 1.5 മാസം മുമ്പാണ്. ഇപ്പോൾ ഈ മരണത്തിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ ലോൺ ആപ്പ് തന്നെയാണ്. ലോൺ ആപ്പ് കാരണമാണ് അവൻ പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിക്കപ്പെടുന്നതും ഇങ്ങനെ കുറേ ഇൻ്റർഗേഷൻ ഉണ്ടാവുന്നതും എല്ലാം ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഓക്കെ ആയിരുന്നു, ഞങ്ങളുടെ കൂടെയൊക്കെ സന്തോഷത്തോടെ ആയിരുന്നു ഇരിക്കണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നല്ല ഓവർകം ചെയ്ത് വരുന്ന ഒരു പീരീഡായിരുന്നു. പെട്ടെന്നാണ് ഈ ലോൺ ആപ്പിൻ്റെ ഇഷ്യൂ വരുന്നത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമായിരുന്നു ലതാ മാം. അപ്പോൾ ലതാ മാമിൻ്റെ ഇഷ്യൂവിൽ മാം അത്രയും ഡൗൺ ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം നിതിനെ അറിഞ്ഞുകൊണ്ടാണ് അറിയാത്തതെന്ന് നമുക്ക് അറിയുന്ന കേസല്ല, അറിയാതെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം മാമിൻ്റെ നേരെ ഇങ്ങനെ അലിഗേഷൻസ്, ഇങ്ങനെ ഫോൺ കോളും അനാവശ്യമായ സംസാരമൊക്കെ വന്നപ്പോൾ മാം നിതിനെ അത്രത്തോളം ഡൗൺ ആക്കി. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, അതായത് ഈ ഇൻസിഡന്റ് നടന്ന സംഭവം അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാമിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പോലും മാമിന് ഇങ്ങനെ കോൾസും OTP മെസ്സേജസും ഇങ്ങനെ ചുമ്മാ നല്ല ടോർച്ചറിങ് ആയിട്ടുള്ള മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു.
അന്ന് ആ ഇൻസിഡന്റ് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ബോഡി ഷേമിങ് എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങളുടെ ക്ലാസ്സിലത്തെ മിക്ക കുട്ടികൾക്കും ബോഡി ഷേമിങ്ങും ഈ കളറിന്റെ പേരിലുള്ളതും കിട്ടാറുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KV ബൈജുവും തിരുവനന്തപുരത്തെ നിതിൻ്റെ വീട്ടിൽ നിന്ന് സാരംഗ് സുധാകരനും ചേരുന്നുണ്ട്. ആദ്യം KV ബൈജുവിലേക്കാണ്. ബൈജു, ഇന്നലെ വൈകിട്ടോട് രാത്രിയോട് കൂടിയാണ് News 18 ബൈജു ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതായത് ഓഫീസ് മുറിയിൽ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ വെച്ച് നിതിനെ അധ്യാപകർ ശകാരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ ഇന്നായപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. പ്രിൻസിപ്പാൾ നിതിനുമേൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്, എന്തോ കാര്യമായി ശകാരിക്കുന്നുണ്ട്. അതൊരു കാരണമായിട്ടുണ്ട്. കാരണം അതിനുശേഷമാണ് നിതിൻ ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരികയാണോ, കൂടുതൽ ചിത്രം തെളിയുകയാണോ? കാരണം ലോൺ ആപ്പിലെ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ലോൺ ആപ്പിൻ്റെ കേന്ദ്രം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ കേസിന്റെ പുരോഗതി എന്താണ്? ടോമേ, ഒരമ്മയുടെ ചങ്ക് പൊട്ടിയുള്ള നിലവിളിയാണ് നമ്മൾ കേട്ടത്. ഒരു കുടുംബത്തിന്റെ തന്നെ അത്താണിയാകേണ്ട ഒരാൾ ആ ആളെയാണ് ഇത്തരത്തിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ കൊണ്ടുപോയി വലിയ തോതിൽ ശകാരിക്കുന്നത്. അങ്ങനെ നിർണായകമായ ഒരു CCTV ദൃശ്യമാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിതിനെ ഇത്തരത്തിൽ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയും മറ്റ് 2 അധ്യാപകരും ചേർന്ന് ഇതിൽ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നു. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിലാണ് ഉള്ളതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. വളരെ നിർണായകമായ ദൃശ്യമാണ്. നിതിന്റെ അവസാന വാക്കുകൾ എന്ന് വേണമെങ്കിൽ ആ ഒരു ദൃശ്യത്തിന് പറയാം. നിതിന്റെ സംസാരിക്കുന്ന അവസാനത്തെ വാക്കുകൾ, അതാണ് ആ ദൃശ്യം. ഈ ഒരു ദൃശ്യത്തിൽ നിതിനെ പ്രിൻസിപ്പൽ വല്ലാത്ത രീതിയിൽ ശകാരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റഫറൻസ് നമ്പറായി അധ്യാപികയുടെ നമ്പർ കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിൽ തട്ടിക്കയറുന്നത്, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. നിതിൻ അതിന് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിതിൻ പറയുന്നത് വിശ്വസിക്കാൻ ആ സമയത്ത് പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല. റഫറൻസ് നമ്പർ അറിഞ്ഞുകൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ നിതിൻ അത് സമ്മതിക്കുന്നില്ല. ആ വീഡിയോയിൽ ഒക്കെ ഉള്ളത് ആ പശ്ചാത്തലമൊക്കെ അതാണ്. അങ്ങനെ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തുപോയാണ് സമീപത്തായുള്ള ഡെന്റൽ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ കയറുകയും അവിടെ നിന്നും താഴേക്ക് ചാടി നിതിൻ ആത്മഹത്യ ചെയ്തത്. ഈ ഒരു സംസാരിക്കുന്ന തെളിവാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനം. അതായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണി, അതോടൊപ്പം നേരത്തെയൊക്കെ ജാതീയമായും നിറത്തിന്റെ പേരിലും ഒക്കെ വലിയ അധിക്ഷേപം നേരിട്ടിരുന്നു. അത് പോലീസും പറയുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട അധ്യാപികയുടെ പേര് ഈ ഒരു 15,000 രൂപ, ഒരു 15,000 രൂപ അമ്മയുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായാണ് നിതിൻ ലോൺ എടുക്കുന്നത്. അത്രയും 36% പലിശയാണ് ഈ ലോൺ ആപ്പ് കമ്പനി ഈടാക്കിയത്. അങ്ങനെ ഒരുപക്ഷെ ഇതുപോലെ ഒരുപാട് നിതിൻമാർ ഇനിയും നമ്മുടെ ഇടയിൽ ഉണ്ടാകാം, ഇത്തരത്തിൽ ചതിക്കപ്പെട്ട അല്ലെങ്കിൽ അറിയാതെ ഇതിൽ കെടിയിൽപ്പെട്ട. എന്തായാലും നിതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയത് തന്റെ പ്രിയപ്പെട്ട അധ്യാപികയുടെ പേര് അതിൽ വലിച്ചഴിക്കുന്നേണ്ടി വന്നതും നിതിൻ പറയുന്നത് അവിടെ വിശ്വസിക്കാതിരിക്കുന്നതും. പിന്നീട് ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപിക നമ്മൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിലില്ല. അവർ പോലീസിൽ പരാതി നൽകാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അത് നിതിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും എന്ന് പറയേണ്ടി വരും. എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെ നമ്മൾ ആവർത്തിച്ച് പറയട്ടെ. അതിനിടയിലാണ് നിതിൻ ഇങ്ങനെ ചിന്തിക്കുന്നതും നിതിൻ അവസാനമായി അവിടെ നിന്നും ആത്മഹത്യ ചെയ്യുന്നു. എന്തായാലും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ നോയിഡയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് വലിയൊരു കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 25ഓളം സിം, അതുപോലെ തന്നെ നിരവധി ഉപകരണങ്ങൾ ഒക്കെ അവിടുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 40ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു ഈ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. രാവും പകലും പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട 3 പേരെയാണ് ചക്രക്കൽ പോലീസ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് ചെയ്ത് കണ്ണൂരേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അവരെ 3 പേരെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ പേർ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട് അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കണ്ണൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഉണ്ടായത് ഈ കോളേജിലെ 7 അധ്യാപകർ ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നു. അതിൽ ഒരു വകുപ്പ് മേധാവിയായ അധ്യാപകൻ ഉൾപ്പെടെ 7 പേർ ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആരോപണം തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ അധ്യാപനം നടക്കില്ല, സാധ്യമല്ല എന്ന രീതിയിലാണ്. ഒരു പക്ഷേ ഇതൊക്കെ ഒരു സമ്മർദ്ദതന്ത്രമാകാം. കാരണം കൂടുതൽ അധ്യാപകരിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ അമ്മ നെഞ്ചുപൊട്ടി
നിലവിളിക്കുന്നത് ഇത് തന്നെയാണ്. നീതി ലഭിക്കണം, നിതിന്റെ മരണകാരണം എന്താണെന്ന് അറിയണം എന്ന് തന്നെയാണ്. അത് തന്നെയാണ് വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്. നേരത്തെ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കണമെന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. പിന്നീട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിന് കോളേജ് അധികൃതർ നിർബന്ധിതമായി അവർ അദ്ദേഹത്തെ പുറത്താക്കി. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതിയിൽ, തലശ്ശേരി കോടതിയിലാണ് ജാമ്യാപേക്ഷയുള്ളത്. 22-ാം തീയതി ഇതിന്റെ വാദം കേൾക്കും. മറ്റു ഇക്കാര്യത്തിലൊരു അവ്യക്തതയുണ്ടോ ബൈജു? കാരണം ഇതിന്റെ മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തതക്കുറവുള്ളതായ ഒരു സംശയം തോന്നുന്നു. കാരണം ലോൺ ആപ്പിന്റെ ഭീഷണി ഒരു വശത്തുണ്ട്. പക്ഷേ അതൊക്കെ പല രീതിയിലുള്ള ഭീഷണി ഉണ്ടായപ്പോഴും അതിനെ അതിജീവിച്ച വ്യക്തിയാണ് നിതിൻ. അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പല ശകാരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും താൻ ഡോക്ടറായിട്ട് എവിടെ നിന്നും മടങ്ങൂ എന്ന ദൃഢനിശ്ചയം എടുത്ത വ്യക്തിയാണ് നിതിൻ. പിന്നെ എന്തായിരിക്കാം പെട്ടെന്നുള്ളൊരു ആ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം? പ്രിൻസിപ്പാളിൻ്റെ, കാരണം സഹപാഠികൾ പോലും പറയുന്നുണ്ട് ആ ദിവസം പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ എന്താണ് നടന്നത്, അതവനെ എന്തോ വല്ലാത്ത രീതിയിലൊരു മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഡോക്ടർ റാം മാത്രമല്ല, അല്ലെങ്കിൽ ഡോക്ടർ സംഗീത മാത്രമല്ല, കൂടുതൽ അധ്യാപകരും പ്രതിപട്ടികയിലേക്ക് വരുമോ? പ്രിൻസിപ്പാൾ വലിയ രീതിയിൽ ശകാരിക്കുന്നുണ്ട്, അതും അവനെ മാനസികമായി തളർത്തി കാണുമോ? അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമോ? ടോമേ, രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ അത്രത്തോളം പഠിച്ച് 3 തവണ പരീക്ഷ എഴുതിയാണ് മെറിറ്റിൽ നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഡോക്ടറാകണം. അത് അവന്റെ ഏറ്റവും ഒടുവിൽ വന്ന ശബ്ദ സന്ദേശത്തിലുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും താനിവിടെ പിടിച്ചു നിൽക്കും, ഒരു ഡോക്ടറായി മാത്രമേ പുറത്തിറങ്ങൂ എന്ന് അത്രത്തോളം ദൃഢനിശ്ചയം ആ വാക്കുകളിലുണ്ട്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് നിതിൻ രാജ് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ജീവനൊടുക്കാൻ ഇടയാക്കിയത്? കാരണം അവന്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കൊക്കെ ആകെ അത്താണിയാകുന്ന ഒരാളാണ് ഇവൻ. ഒരു ലോൺ എടുത്തത് തന്നെ 15,000 രൂപ അമ്മയുടെ ആശുപത്രി ആവശ്യത്തിനാണ്. ഇവന്റെ ദന്തൽ കിറ്റ് വാങ്ങാൻ വെച്ച നിതിന്റെ പണം അത് അമ്മയുടെ ആശുപത്രി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ദന്തൽ കിറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഈ 15,000 രൂപ നിതിൻ 36% പലിശക്ക് എടുക്കുന്നത്. അവൻ അത്രത്തോളം പഠിച്ച് ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഡോക്ടറാകണമെന്ന് കൃത്യമായി ലക്ഷ്യം കണ്ട ഒരാളാണ്. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അവസാനമായി നടന്ന ഈ നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ ദൃശ്യം അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായക ദൃശ്യം. അവിടെ പതറുന്നു എന്ന് വേണം പറയാൻ. നിതിൻ രാജ് പൂർണ്ണമായും പതറുന്നു എന്ന് വേണം പറയാൻ. അതോടൊപ്പം അക്കാദമിക് തലത്തിലുള്ള വലിയ മാനസിക സമ്മർദ്ദം നിതിൻ ഉണ്ടായി എന്ന് പറയുന്നു. കാരണം ഈ ഒരു സംഭവത്തിന്റെ പേരിൽ, അതായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പണമെടുക്കുകയും അധ്യാപികയായ ലതാ ശശിധരന്റെ പേര് അതിൽ റെഫറൻസ് ആയി വെക്കുകയും ഈ അധ്യാപികയ്ക്ക് നിരന്തരം കോളും ഭീഷണിയൊക്കെ വരുന്ന സാഹചര്യവും, അതോടൊപ്പം നിതിന് നിരന്തരമായ ഈ ഒരു കമ്പനിയുടെ ഭീഷണിയും അതുപോലെ തന്നെ സന്ദേശങ്ങളും വരുന്ന സാഹചര്യം ഒക്കെ വലിയ തോതിൽ അവനെ മാനസികമായി സമ്മർദ്ദത്തിൽ ഇടയാക്കിയിരുന്നു. അതിന് പുറമെ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട അധ്യാപികയുടെ മുന്നിൽ നിന്ന് തന്നെ അവർ തന്നെ ഇതിന് എതിരാവുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പക്ഷേ അവന് സമനില എല്ലാ സീമകളും അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം. ആ ഒരു സമയത്ത് അത് നിതിന്റെ മുഖത്തുണ്ട്. നിതിൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം, തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കാണാം. പക്ഷേ പ്രിൻസിപ്പൾ അങ്ങനെയല്ല. പ്രിൻസിപ്പൾ ആ ഫോൺ അവിടെ പിടിച്ചു വെച്ചെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പ്രിൻസിപ്പൾ പറയുന്നത് ഫോൺ അവിടെ ഏൽപ്പിച്ചിട്ട് നിതിൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ്. നിതിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്തായാലും അത് വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്കാദമിക് തലത്തിലുള്ള വലിയ തോതിലുള്ള ഈ ഒരു അധിക്ഷേപവും ജാതിയുടെ പേരിലും അല്ലെങ്കിൽ പണമില്ലാത്തതിന്റെ പേരിലും ഒക്കെ അവനെ വലിയ തോതിൽ അവിടെ നിന്നും ഇത്തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ അവന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാനസികമായി തകർത്തി. ഏതായാലും അതിൽ നിന്നും ഓവർകം ചെയ്തു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം കൂടി ഒന്നിച്ചെല്ലാം കൂടി വരുമ്പോൾ ഒരു മനസ്സിലുണ്ടാവുന്ന മാനസികാവസ്ഥ നോക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണ് നിതിൻ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നതും മറ്റൊന്നും ആലോചിക്കാതെ, അതായത് സ്വന്തം അച്ഛനും അമ്മയെയും തനിക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന അച്ഛനും അമ്മേനും പോലും ഓർക്കാതെ അവൻ സകല ഇതും മറന്ന് അങ്ങനെ പുറത്തേക്ക് പോവുകയും അവിടെ നിന്നും കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുകയും അവിടെ നിന്നും ആത്മഹത്യ ചെയ്യുന്നതാണ് ഉണ്ടായത്. ഈ 2 കാരണങ്ങൾ കൂടാതെ ഇതിൽ സ്വകാര്യമായ കുറച്ച് പ്രശ്നങ്ങൾ, വ്യക്തിപരമായ കുറച്ച് പ്രശ്നങ്ങൾ നിതിനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അത് പോലീസാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. എന്താണ് നിതിന് വ്യക്തിപരമായി ഉണ്ടായ പ്രശ്നം? ആ പ്രശ്നം സംബന്ധിച്ച് പോലീസ് തന്നെ വൈകാതെ വിശദീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
ആ വ്യക്തിപരമായ പ്രശ്നം കൂടി ഈ ഒരു 2 പ്രശ്നങ്ങൾക്കൊപ്പം ചേർന്നപ്പോൾ നിതിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൂമി പിളർന്നു പോകുന്നു എന്ന് പോലും തോന്നുന്ന ഒരു ഘട്ടം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അവന്റെ മുഖത്ത് തന്നെ അത് വായിച്ചെടുക്കാം. പ്രിൻസിപ്പള് വലിയ തോതിൽ ശകാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവനെ ഈ ഒരു 15,000 രൂപയ്ക്ക് വേണ്ടി ഇത്രത്തോളം ശകാരിക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവനൊന്ന് ആശ്വസിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിതിൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഈ അമ്മയ്ക്ക് ഇത്രത്തോളം നിലവിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ഇത്തരത്തിലാണോ ഒരു വിദ്യാർത്ഥിയോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പെരുമാറേണ്ടത് എന്ന ചോദ്യമൊക്കെ സമൂഹം ഇതിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അത്തരം വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ ഇടപെടേണ്ടത്? കാരണം അവന്റെ ഒരു നിസ്സഹായാവസ്ഥയും അല്ലെങ്കിൽ അവന്റെ സാമ്പത്തികാവസ്ഥയും ഒക്കെയാണ് അവന് ഇത്രത്തോളം വലിയൊരു പലിശ നൽകി ഇങ്ങനെ ഒരു ലോൺ പോയി. നിതിൻ സാരംഗ്, വളരെ സങ്കടകരമായ കാഴ്ചകളായിരുന്നു ഒന്ന് നിതിന്റെ വീട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ മരണത്തിന് ശേഷം കോളേജ് അധികൃതർ ആരും വീട്ടിലെത്തിയില്ലെന്നൊരു പരിഭവമുണ്ട്. അതിനിടെയാണ് സഹപാഠികൾ എത്തിയത്. തൻ്റെ മകൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ആ അമ്മ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെ വികാരനിർഭരമായ രംഗങ്ങൾ. ആ സഹപാഠികൾ വീട്ടിൽ തന്നെ തുടരുകയാണോ? ഇപ്പോഴും അവർ വീട്ടിലുണ്ടോ? എന്താണ് അവർ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചത്? അവർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് നെടുമങ്ങാട് നിതിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇന്ന് രാത്രിയാണ് അവർ തിരിച്ചു പോവുക എന്നാണ് അറിയിച്ചത്. ഇത്രയും ദിവസം, അതായത് മരണം നടന്ന ഇത്രയും ദിവസം ഇവിടേക്ക് എത്താതിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ അവർക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തുതന്നെയായാലും അവർ ഒരു ദുഃഖത്തിൽ പങ്കുചേരാനടക്കമാണ് ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല നിതിന് നീതി നേടിക്കൊടുക്കുക എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഏതറ്റം വരെയും കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നാണ് അവർ നമ്മോട് പ്രതികരിക്കുകയടക്കം ചെയ്തത്. എന്തുതന്നെയായാലും ഇതിൽ ഈ ലോൺ ആപ്പിന്റെ ഒരു വിഷയമടക്കം അവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ ടീച്ചറുടെ പ്രതികരണം അടക്കം അവർ ഒരു അപകടം നടന്ന ആത്മഹത്യ നടന്ന സമയത്തടക്കം ടീച്ചർ അത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് ആ ഒരു നിതിൻ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന സമയത്തടക്കം ഈ ടീച്ചർക്ക് മൊബൈൽ ഫോണിൽ, തന്റെ സ്വകാര്യ ഫോണിലേക്ക് മെസ്സേജുകളും കോളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നടക്കം കുട്ടികൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തുതന്നെയായാലും ഇതിൽ കൂടുതൽ, അതായത് ഡോക്ടർ റാമിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പീഡനങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഒരു കുട്ടികളുടെ പ്രതികരണം ഉണ്ടായത്. അതായത് ഒന്നര മാസം മുൻപടക്കം വരെ റാമിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ടോർച്ചറിങ് കുട്ടികൾ നേരിടേണ്ടി വന്നിരുന്നു. അതിൽ നിതിനും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നു. എന്തിനായാലും ഈ ഒരു മരണത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുക, അതിൽ ആരോപണ വിധേയരായിട്ടുള്ള ടീച്ചർമാർക്കെതിരെ നടപടികളിലേക്ക് കടക്കുന്നതിലടക്കം കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഇപ്പോൾ കുട്ടികൾ അറിയിച്ചിരിക്കുന്നത്. യെസ് സാരംഗ്, അതിനിടെ ഈ പ്രിൻസിപ്പാളിനെതിരെ ചില ദൃശ്യങ്ങൾ, അതായത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ചുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനോട് എന്താണ് ഈ സഹപാഠികളുടെ പ്രതികരണം? കാരണം നേരത്തെ തന്നെ ഡോക്ടർ റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. റാമാണ് ഇതിന് ഉത്തരവാദി, നിതിൻ്റെ മരണത്തിന് ഉത്തരവാദി റാമാണ്. റാമിനെ പ്രതി ചേർത്തു, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പക്ഷേ ഈ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് എന്താണ് നടന്നത്? അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് നിതിനെ വിളിച്ചു വരുത്തിയ വിവരമൊക്കെ സഹപാഠികൾക്ക് അറിയാമായിരുന്നോ? അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആരോടെങ്കിലും നിതിൻ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിയും മറ്റും കാര്യങ്ങളും സഹപാഠികൾക്ക് അറിവുള്ള കാര്യമാണോ? ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീടാണ് വിദ്യാർത്ഥികൾ അറിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും തന്നെ, അതായത് ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടതും പണമിടപാടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിദ്യാർത്ഥികളോട് സഹപാഠികളോട് പങ്കുവച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച കുട്ടികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് വിളിപ്പിച്ചത് അത് കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് നിതിൻ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് തന്നെ നിതിൻ എവിടെയായിരുന്നു എന്ന കാര്യത്തിലടക്കം കുട്ടികൾക്ക് അന്ന് അറിവില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്ന കാര്യമടക്കം അവർ വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു പ്രിൻസിപ്പാളെ അടക്കം, അതായത് പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുനിന്ന് കുട്ടികൾക്ക്, അതായത് ഈ ഇതിനു മുന്നേ 1.5 മാസം മുൻപേ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ പ്രിൻസിപ്പൽ കൃത്യമായി ഇടപെട്ടിരുന്നു എന്നടക്കം കുട്ടികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഡോക്ടർ റാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ റാമിനെ ശകാരിക്കുകയും അതിനുശേഷം ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാവുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ, അതായത് സഹപാഠികളായിട്ടുള്ള കുട്ടികൾ പ്രതികരിക്കുന്നത്. എന്തിനായാലും ഒരു പ്രശ്നം നിലനിന്നിരുന്നു എന്ന് കുട്ടികൾ ശരിവെക്കുന്നുണ്ട്. ആ രീതിയിൽ, അതായത് നിതിൻ നേരിട്ട പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം പ്രതികരിക്കുകയും ചെയ്തത്.
എന്ത് തന്നെയായാലും ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ അടക്കം കുട്ടികൾ ആശങ്കയിലാണ്. കാരണം ഈ ഒരു കൂട്ടരാജിയടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു അംഗീകാരം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ അടക്കം ഭാവി തുലാസിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ടോം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പെട്ടെന്നുള്ള ഒരു പ്രൊവക്കേഷനിൽ ആത്മഹത്യ ചെയ്യുന്നൊരു കുട്ടിയല്ല നിതിൻ. മാത്രമല്ല ഇതിനു മുൻപ് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ശക്തിയായി അതിനെ നേരിടുകയും അങ്ങനെ എളുപ്പത്തിൽ മനോധൈര്യം വിട്ടുകളയുന്ന ഒരു വ്യക്തിയല്ല നിതിൻ എന്നാണ് കുട്ടികൾ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്ര പെട്ടെന്നൊരു ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രൊവക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നിതിൻ എങ്ങനെ എത്തി എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് ആ ഉത്തരം കണ്ടെത്തുന്നവരെ തന്നെ കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നും നിതിന് നീതി നേടുന്നതുവരെ ഈ ഒരു നിയമ പോരാട്ടത്തിലായിക്കോട്ടെ അതിനടക്കം കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് ഈ വിദ്യാർത്ഥികൾ പ്രതികരിച്ചത് കേട്ടോ. യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനും KV ബൈജുവുമാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിൻ്റെ അന്വേഷണം തുടരുന്നുണ്ട്. അതിനിടെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് നിതിനെ പ്രിൻസിപ്പാൾ ശകാരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതേ തുടർന്ന് അതായത് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടും പല സംശയങ്ങളും പല ചോദ്യങ്ങളും ഉയരുകയാണ്.